ISL കലാശ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ ഒതുക്കിക്കൊടുത്ത തന്ത്രങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് കടത്തിയത്. ആദ്യ ജയം നേടാൻ 4ാം മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് കോപ്പലിന്റെ കീഴിൽ അത്ഭുതങ്ങൾ തീർക്കുകയായിരുന്നു. കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത മജീഷ്യനാണ് സ്റ്റീവ് കോപ്പൽ. ഒരു ഘട്ടത്തിൽ ആരാധകർ പോലും കൈവിട്ട ടീമിനെ താഴെപ്പടിയിൽ നിന്ന് ഫൈനലിലേക്ക് കൈപിടിച്ചാണ് കോപ്പൽ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ തീർത്തത്. ശരാശരിക്കാരുടെ ഒരു സംഘത്തെ ഫൈനലിലെത്തിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളാണ് സ്റ്റീവ് കോപ്പലിനെ ISLിലെ തന്ത്രങ്ങളുടെ ആശാനാക്കിയത്. സൈഡ് ലൈനിനരികിൽ ശാന്തതയോടെ നിൽക്കുന്ന കോപ്പൽ തലകൊണ്ടായിരുന്നു മൈതാനത്തെ അളന്നത്. നിമിഷനേരങ്ങൾ മതിയായിരുന്നു കോപ്പൽ എന്ന പരിശീലകന് തന്ത്രങ്ങൾ മാറ്റിവരയ്ക്കാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാം പകുതിയിലായിരുന്നു സ്റ്റീവ് കോപ്പലിലെ തന്ത്രശാലി പുറത്തു ചാടിയത്. അതുകൊണ്ടായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക ഗോളുകളും രണ്ടാം പകുതികളിൽ പിറന്നത്. സ്പാനിഷ് താരം ഹോസുവിനെയും ബെൽഫോർട്ടിനെയും കോപ്പൽ ഉപയോഗിച്ച രീതി കണ്ടാലറിയാം ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ആ മനുഷ്യൻ ടീമിന്റെ ഘടനയെ മാറ്റിമറിച്ചതെന്ന്. മികച്ച വിംഗറായ ഹോസുവിനെ കോപ്പലിറക്കിയത് ഇടത് വിംഗ് ബാക്കായി. ഫലമോ ലീഗിലെ ഏറ്റവും മികച്ച ഇടത് വിംഗ് ബാക്കുകളിൽ ഒരാളായി ഹോസു മാറി. സ്ട്രൈക്കറായ കെവിൻ ബെൽഫോർട്ടിനെ വിംഗിൽ കളിപ്പിച്ചും കോപ്പൽ അത്ഭുതങ്ങൾ കാട്ടി. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പ്രിയ ശൈലിയായ 4-4-2 രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ തവണയും കോപ്പലിറക്കിയത്. പ്രതിരോധത്തിന് വളരെ പ്രാധാന്യമുള്ള ഫ്ലാറ്റ് ശൈലിയിൽ ടീമിനെ നയിക്കാൻ കോപ്പലിനെ സഹായിച്ചത് കഠിനാധ്വാനികളായ ആരോൺ ഹ്യൂസും സിഡ്രിക് ഹെങ്ബട്ടുമാണ്. നിശബ്ദമായ വിപ്ലവം തീർത്ത സ്റ്റീവ് കോപ്പൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്റ്റാർ. ഫൈനലിലും കാത്തിരിക്കാം ആശാന്റെ പുതിയ അടവുകൾക്കായി. സ്പോർട്സ് ഡെസ്ക്. ISL ഫൈനൽ ടിക്കറ്റുകൾ കരിഞ്ചന്തയിൽ ലഭിക്കുന്നതായുള്ള പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് KMI മേത്തർ. IM വിജയന് ജനറൽ ടിക്കറ്റാണ് ലഭിച്ചതെന്നുള്ള പരാതിയും ലഭിച്ചിട്ടില്ലെന്നും മേത്തർ വ്യക്തമാക്കി. അവരാണ് നടത്തുന്നത്. KFക്ക് അതിൻ്റെ അകത്തൊന്നുമില്ല. അല്ല, അത് എനിക്കറിയില്ല. അത് അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ഇല്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കലാശ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ വിജയപ്രതീക്ഷയോടെയാണ് മലയാളി താരം റിനോ ആന്റോയുടെ കുടുംബം കാത്തിരിക്കുന്നത്. ചരിത്ര നിമിഷങ്ങളിൽ പങ്കാളിയാകാൻ റിനോയും കളത്തിലിറങ്ങിയാൽ തൃശൂർ ഒല്ലൂക്കര ഗ്രാമത്തിന്റെ ആഹ്ലാദം 10 മടങ്ങാകും. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകുമ്പോൾ റിനോ ആന്റോ അഭിമാനമാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് തൃശൂർ ഒല്ലൂക്കര ഗ്രാമം. നാട്ടുകാരുടെ ആഹ്ലാദത്തിനും ആവേശത്തിനുമപ്പുറം പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും സമ്മർദ്ദത്തിലാണ് റിനോയുടെ കുടുംബം. പ്രതിരോധ നിരയെ മുൻനിർത്തി കരുത്തരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിനാവുമെന്നാണ് റിനോയുടെ അച്ഛൻ ആന്റോയുടെ പ്രതീക്ഷ. CK വിനീതിനെ ഏതു തരത്തിൽ വിനിയോഗിക്കുന്നു എന്നതും കളിയിൽ നിർണായകമാവും. നല്ല ഫസ്റ്റ് മൂവ്മെന്റ് ആണ്. അത് അറിയണവർക്ക് അറിയുള്ളൂ. അതിപ്പോ ഒരു കാസറ്റിൽ കൂടെ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ കാണുന്നതോ അല്ല. ചരിത്ര നിമിഷത്തിൽ റിനോയും പങ്കാളിയായാൽ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാകും. ഇറങ്ങിയാൽ നന്നായിട്ട് കളിക്കാൻ പറയാറുണ്ട്. ഇറങ്ങുന്ന ദിവസങ്ങൾ നന്നായി കളിക്ക്, ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ടീം ജയിക്കട്ടെ എന്ന് പറയും. ഞാൻ ജയിച്ചു വരണതാണ് എൻ്റെ ആഗ്രഹം. AFC കപ്പിലെ നഷ്ടത്തിന്റെ പേരിൽ ഏറെ വിഷമിച്ചെങ്കിലും ISL ഫൈനലിൽ കളിക്കാനായാൽ അതിന്റെ വാശി പുറത്തെടുക്കാൻ റിനോ സജ്ജനാണെന്ന സഹോദരൻ ജോസഫ് ആന്റോ പറയുന്നു. കളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ ടീമൊക്കെ സെറ്റായി. അപ്പോൾ കളിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമമുണ്ടാവും ആർക്കായാലും. നാളത്തെ കളി കളിക്കാൻ പറ്റിയ ചേട്ടൻ്റെ ഒരു ഭാഗ്യമാണ്. ഉച്ചയ്ക്ക് ടീം മീറ്റിംഗിന് ശേഷമേ റിനോ കളത്തിനിറങ്ങുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയഗാന വിവാദത്തിൽ കമലിന് പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയഗാന വിവാദം വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി. ഈ അസഹിഷ്ണുത ഇവിടെ നടപ്പില്ല. കമലിന് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും പിണറായി വിജയൻ കോഴിക്കോട്ട് പറഞ്ഞു. വിനിഷ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനിഷ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അഞ്ജു, ഇക്കാര്യത്തിൽ മനഃപൂർവ്വമായ വിഭാഗീയതയ്ക്ക് ശ്രമിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ. ഒപ്പം അവരുടെ വർഗീയവൽക്കരണ നയത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രസ്താവനയും പ്രകടനങ്ങളുമാണ് സംഘപരിവാർ ശക്തികളുടെ ഭാഗത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സിനിമാ സംവിധായകൻ കമലിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ട കാര്യമല്ല. ദേശീയഗാനവും ഇന്ത്യ എന്ന രാജ്യവും ഒരു വിഭാഗം ആളുകളുടെ മാത്രം സ്വത്തല്ല. ഇക്കാര്യത്തിൽ കമലിന് വർഗീയ സംഘ ഫാസിസ്റ്റ് ശക്തികളുടെ വർഗീയ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സിനിമാ സംവിധായകൻ കമലിന് നേരെ സംഘപരിവാർ ശക്തികളുടെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. IFFK സിനിമാ പ്രദർശനത്തിനിടെ ഡെലിഗേറ്റുകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സംഭവത്തിൽ
ഒരു പ്രസ്താവന ഇറക്കിയതിനു ശേഷമാണ് കമലിന് നേരെ ഇത്തരത്തിൽ സംഘപരിവാർ ശക്തികളുടെ വിവിധ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായത്. ഇക്കാര്യത്തിൽ കമലിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ച് കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അഞ്ജു. ശരി, വിനിഷയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് 500,000 രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന മോദിയുടെ പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് മുൻപ് SBI മാസികയിൽ വന്നിരുന്നുവെന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച് മന്ത്രി തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അർദ്ധ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഇക്കോറാപ്പിന്റെ 2016 ഏപ്രിൽ 7 ലക്കത്തിലാണ് ഡിമോണറ്റൈസേഷനെ കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. നോട്ട് വർധനവും നോട്ട് നിരോധനവും എന്ന തലക്കെട്ടിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചതെന്നും പോസ്റ്റിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധന നടപടിയെ തുടർന്ന് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ സംഘടിപ്പിച്ച സഹകരണ മേഖലാ സംരക്ഷണ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി എം മണി നിർവഹിച്ചു. കട്ടപ്പനയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് EM അഗസ്തി അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിന് ശേഷം സഹകാരികളുടെ ഭവന സന്ദർശന പരിപാടിയും സംഘടിപ്പിച്ചു. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിനെ നിയമിക്കാനുള്ള തീരുമാനം വിവാദത്തിൽ. സീനിയോറിറ്റി മറികടന്നാണ് നിയമനം നടത്തുന്നതെന്നാണ് ആരോപണം. സായുധ സേനയിലും അടിച്ചമർത്തൽ നയമാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇപ്പോഴത്തെ കരസേനാ മേധാവിയായ ജനറൽ ദൽബീർ സിംഗ് സുഹാഗ് ഡിസംബർ 31 വിരമിക്കുന്ന സാഹചര്യത്തിലാണ് ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിനെ പുതിയ മേധാവിയായി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനം വന്നതിന് തൊട്ടുപിന്നാലെ വിവാദവും ആരംഭിച്ചു. സീനിയോറിറ്റി കൂടുതലുള്ള ലഫ്റ്റനന്റ് ജനറൽമാരായ പ്രവീൺ ബക്ഷിയെയും PM ഹാരിസിനെയും മറികടന്നാണ് ബിപിൻ റാവത്തിന് നിയമനം നൽകിയത് എന്നാണ് ആരോപണം. സായുധ സേന കിഴക്കൻ കമാൻഡിന്റെ കൊൽക്കത്ത ആസ്ഥാന തലവനായ ബക്ഷിയാണ് സീനിയോറിറ്റിയുടെ കാര്യത്തിൽ വിരമിക്കുന്ന ദൽബീർ സിംഗ് സുഹാഗിന് തൊട്ടുതാഴെ. രണ്ടാം സ്ഥാനത്ത് ദക്ഷിണ മേഖലാ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ PM ഹാരിസും. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസാണ് സീനിയോറിറ്റി മറികടന്ന് നടത്തിയ നിയമനത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മനീഷ് തിവാരി ട്വിറ്ററിലൂടെ കേന്ദ്രത്തിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ആഞ്ഞടിച്ചു. സേനാ മേധാവികളുടെ നിയമനത്തിൽ കഴിവിനും കാര്യശേഷിക്കുമാണ് പ്രാമുഖ്യം നൽകിയതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സേനാ മേധാവികളുടെ നിയമനത്തെ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് BJPയും ആരോപിച്ചു. 1983 ഇതിന് സമാനമായ സംഭവമുണ്ടായത്. അന്ന് സീനിയോറിറ്റി കൂടുതലുള്ള ജനറൽ SK സിൻഹയെ പരിഗണിക്കാതെ ജനറൽ AS വൈദ്യയെ കരസേനാ മേധാവിയായി നിയമിച്ചിരുന്നു. സേനയുടെ ആഭ്യന്തര കാര്യങ്ങളിലും നിയമനങ്ങളിലും പൊതുവെ രാഷ്ട്രീയ കക്ഷികൾ അഭിപ്രായ പ്രകടനം നടത്താറില്ല. എന്നാൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് നിയമനം കോൺഗ്രസ് ചോദ്യം ചെയ്തതോടെ കേന്ദ്ര സർക്കാരും ഇനി ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ദില്ലിയിൽ നിന്നും M സന്തോഷ്. തിരികെ വാർത്തകളിലേക്ക്. ജമ്മു കശ്മീരിലെ പാമ്പോർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരിൽ മലയാളി മട്ടന്നൂർ സ്വദേശി C രതീഷാണ് മരിച്ചത്. മൃതദേഹം നാളെ രാവിലെ കോഴിക്കോട്ട് എത്തിക്കും. രതീഷ് ഉൾപ്പെടെ 3 പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ജോഷില ചേരുകയാണ്. ജോഷില, വിവരങ്ങൾ. അഞ്ചു ജമ്മു കാശ്മീരിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ മലയാളി സൈനികനാണെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മട്ടന്നൂർ പട്ടാനൂർ വില്ലേജിലെ കൊടോളിപ്രത്ത് രതീഷാണ് കൊല്ലപ്പെട്ടത്. 32 വയസ്സായിരുന്നു. കൊടോളിപ്രത്ത് ചക്കോലക്കണ്ടി ഓമനയുടെ ഏക മകനാണ്. ശ്രീനഗറിൽ 20 കിലോമീറ്റർ അകലെ ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ പാമ്പോറിൽ കപിലാബാദിലാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ വൈകിട്ട് 3:30 ആക്രമണം. ബൈക്കിലെത്തിയവരാണ് സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. രതീഷിന്റെ മൃതദേഹം നാളെ രാവിലെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിക്കും. അതിനുശേഷം കണ്ണൂർ മട്ടന്നൂർ കൊടോളിപ്പുറത്തെ വീട്ടിൽ എത്തിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് രതീഷിന്. ഭാര്യ ജ്യോതിയാണ് ഭാര്യ. ഡിസംബർ 9 അവധി കഴിഞ്ഞ് രതീഷ് കാശ്മീരിലേക്ക് പോയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അഞ്ജു. ശരി, ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട കലാപവും കൊള്ളയും മരണവും കണക്കിലെടുത്ത നോട്ട് നിരോധന തീരുമാനം വെനസ്വേല താൽക്കാലികമായി റദ്ദു ചെയ്തു. ഏറ്റവും ഉയർന്ന കറൻസിയായ 100 ബൊളീവർ പിൻവലിച്ച നടപടിയാണ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ റദ്ദു ചെയ്തത്. വെനസ്വേലയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപവും കൊള്ളയും മൂലം അടുത്ത ജനുവരി വരെയാണ് നോട്ട് നിരോധിക്കൽ തീരുമാനം നീട്ടിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിനു പിന്നാലെ വെനസ്വേലയിൽ വലിയ തോതിലാണ് അക്രമങ്ങൾ ഉണ്ടായത്. പല വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ജനം തെരുവിലേക്കിറങ്ങുകയും ചെയ്തു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ക്രെഡിറ്റ് കാർഡുകളെയും ബാങ്കിലൂടെയുള്ള പണം കൈമാറ്റത്തെയും മാത്രം ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വന്നു. ഭക്ഷണം വാങ്ങാൻ പോലും കഴിയാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിയതോടെയാണ് നടപടി താൽക്കാലികമായി മരവിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നടപടി കൈവിട്ടു പോകുമെന്ന് തോന്നിയതോടെയാണ് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ തീരുമാനം താൽക്കാലികമായി റദ്ദു ചെയ്തതായി പ്രഖ്യാപിച്ചത്.
കള്ളക്കടത്ത് തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു നോട്ട് നിരോധനം. വിദേശത്തേക്ക് കറൻസി കടത്തുന്ന സംഘങ്ങളെ അടിച്ചമർത്താൻ നടപടി ഉപകാരപ്പെടുമെന്നും മഡൂറോ അവകാശപ്പെട്ടിരുന്നു. 100ന്റെ പൊളിവർ കറൻസികൾ മാഫിയ സംഘങ്ങൾ കടത്തിക്കൊണ്ടുപോയി കൊളംബിയയിലെ നഗരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുവെന്നും പ്രസിഡന്റ് ആരോപിച്ചിരുന്നു. രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോകുമെന്ന് കണ്ട് നോട്ട് പിൻവലിക്കൽ തീരുമാനം പിൻവലിച്ച മഡൂറോയെ കണ്ട് മോഡി എന്തു പാഠം പഠിക്കുമെന്നാണ് ഇന്ത്യൻ ജനത ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. ഇന്ത്യൻ സിനിമകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പാകിസ്ഥാൻ നീക്കുന്നു. നാളെ മുതൽ ബോളിവുഡ് ചിത്രങ്ങൾ എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുമെന്ന് പാകിസ്ഥാനിലെ ചലച്ചിത്ര വിതരണക്കാരും തിയേറ്റർ ഉടമകളും അറിയിച്ചു. കശ്മീർ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യൻ ചിത്രങ്ങൾക്ക് പാകിസ്ഥാൻ വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ തീരുമാനം പാക് സിനിമാ വ്യവസായത്തിൽ വൻ നഷ്ടമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു നടപടിയിൽ നിന്ന് പിന്മാറാൻ ഇപ്പോൾ പാക് സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത്. ഇന്ത്യൻ ചാനലുകൾ പാകിസ്ഥാനിൽ സംപ്രേഷണം ചെയ്യുന്നതും പാക് സർക്കാർ തടഞ്ഞിരുന്നു. ചൈനയ്ക്കെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുബിക് ഉൾക്കടലിൽ നിന്ന് പിടിച്ചെടുത്ത അമേരിക്കയുടെ ആളില്ലാ അന്തർവാഹിനി ചൈന മോഷ്ടിക്കുകയായിരുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു. ട്വിറ്ററിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. ദക്ഷിണ ചൈന കടലിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെയായിരുന്നു ചൈനീസ് നാവികസേന അന്തർവാഹിനി പിടിച്ചെടുത്തത്. സമുദ്ര സർവേക്കായാണ് മുങ്ങിക്കപ്പൽ അയച്ചതെന്നാണ് അമേരിക്കയുടെ വാദം. അതേസമയം പ്രശ്നം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മുങ്ങിക്കപ്പൽ തിരിച്ചു നൽകാമെന്ന് ചൈന അറിയിച്ചതായാണ് പെന്റഗൺ നൽകുന്ന വിവരം. സാംസൺ ആൻഡ് സൺ ബിൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിനിമാ താരം ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഭൂമിയും ഫ്ളാറ്റുകളും സംബന്ധിച്ച ആസ്തി തേടിയുള്ള അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനം. ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ പ്രതികൾ നിരവധി പേരിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഉപയോഗിച്ച് ബംഗളൂരു, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ ഭൂമിയും ഫ്ളാറ്റുകളും വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് ആവശ്യക്കാരിൽ നിന്ന് ഏകദേശം 130 കോടിയിലധികം രൂപയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത നടി ധന്യ മേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ്, സഹോദരൻ സാമുവൽ ജേക്കബ്, ജേക്കബ് സാംസൺ എന്നിവർ ചേർന്ന് തട്ടിയെടുത്തത്. ഈ തുക ഉപയോഗിച്ച് പ്രതികൾ അന്യസംസ്ഥാനങ്ങളിൽ ഭൂമിയും ഫ്ളാറ്റുകളും വാങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇത് കണക്കിലെടുത്ത അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരു, തമിഴ്നാട്ടിലെ ചെന്നൈ, തിരുനെൽവേലി, മുംബൈ എന്നിവിടങ്ങളിലായാണ് ധന്യയും കൂട്ടാളികളും പണം ചെലവഴിച്ചിരിക്കുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. തിങ്കളാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് മേൽനോട്ടം നൽകുന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശമനുസരിച്ച് സിറ്റി ക്രൈംബ്രാഞ്ച് എ.സി. സന്തോഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ ഉടൻ പരിശോധനയ്ക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുമെന്നാണ് അറിയുന്നത്. ഇതര സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായവും അന്വേഷണ സംഘം തേടുന്നുണ്ട്. അതേസമയം താരപരിവേഷം ഉപയോഗിച്ച് നടത്തിയ ഫ്ളാറ്റ് തട്ടിപ്പിൽ ധന്യ മേരി വർഗീസിന്റെ ഉറ്റ സുഹൃത്തുക്കളായ സിനിമാ താരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ധന്യ മേരി വർഗീസിന്റെ പണമിടപാടുകൾ പലതും നടത്തിയിരുന്നത് 2 നടികൾ വഴിയാണെന്നും പോലീസിന് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്തുള്ള അന്വേഷണം ധന്യയെയും മറ്റു 3 പേരെയും വിശദമായി ചോദ്യം ചെയ്ത ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നും പോലീസ് പറയുന്നു. കേരളത്തിൽ ഇവർക്കുള്ള ഭൂമി, ഫ്ളാറ്റ് എന്നിവ സംബന്ധിച്ച രജിസ്ട്രേഷൻ ഐ.ജിയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് ലഭിക്കും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചികിത്സാ രംഗത്ത് കൂടുതൽ മികവ് തെളിയിക്കാനുള്ള പ്രവർത്തനം ഊർജിതമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. പുതിയ അത്യാഹിത വിഭാഗം കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാർക്ക് അത്യാധുനിക ചികിത്സയും മികച്ച സേവനവും ഒരുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് എന്ന പദവി സ്വന്തമാക്കിയ തിരുവനന്തപുരത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഇപ്പോൾ മികവിന്റെ കേന്ദ്രമായി മാറാനൊരുങ്ങുകയാണ്. ഇതിന്റെ ആദ്യപടിയായി എയിംസിന്റെ മാതൃകയിൽ തന്നെയുള്ള OP സംവിധാനത്തിന് തുടക്കമിട്ടു. ആശുപത്രിയിലെത്തുന്നവർക്ക് പല ലാബ് പരിശോധനകൾ പല സ്ഥലങ്ങളിലായി നടത്തേണ്ട നിലവിലെ സംവിധാനത്തിന് മാറ്റം വരുത്തും. പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ എല്ലാ സംവിധാനങ്ങളോടുമുള്ള 5ലധികം ഓപ്പറേഷൻ തിയേറ്ററുകളും സ്കാനിംഗ്, ലാബ് പരിശോധനാ സൗകര്യങ്ങളും ഫാർമസിയും ഒരുക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മികച്ച പരിശീലനവും പ്രദാനം ചെയ്യുന്നുണ്ട്. വാർഡുകളിലെ രക്തപരിശോധനാ സംവിധാനവും മികവിന്റെ കേന്ദ്രത്തിന്റെ ഭാഗമായി സജ്ജീകരിക്കുകയാണ്.
മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഷർമദ്. പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ സെപ്റ്റിക് തിയേറ്റർ വരുന്നുണ്ട്. അണുബാധ ഏറ്റു വരുന്നവരെ ചികിത്സിക്കാനായി അത് മേജർ തിയേറ്റർ ഹാൾ കയറുന്നതിന് പുറത്ത് തന്നെയായിട്ട് അത് സജ്ജമാക്കുന്നുണ്ട്. അതിനകത്ത് 24 മണിക്കൂറും ജനറൽ സർജറി കേസുകൾ മാനേജ് ചെയ്യാനായിട്ടുള്ള തിയേറ്ററുണ്ട്. ഓർത്തോപെഡിക് തിയേറ്റർ എക്സ്ക്ലൂസീവായി ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെൻറ്റിനൊരു തിയേറ്റർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് സർജറി, വാസ്കുലർ സർജറികൾ ഒരുപാട് സമയമെടുക്കുന്നതാണ്. ഒരു കേസ് ചെയ്തു തുടങ്ങിയാൽ 10-12 മണിക്കൂർ എടുക്കുന്ന അങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ, പ്ലാസ്റ്റിക് സർജറി ആയാലും ഒരു രക്തക്കുഴൽ മുറിഞ്ഞു വരുന്നു അല്ലെങ്കിൽ കൈ മുറിച്ചു മാറ്റപ്പെട്ട രോഗിക്ക് അത് തുന്നിച്ചേർക്കുവാനുള്ള സംവിധാനം, അതിനുള്ള ഉപകരണങ്ങളടക്കമാണത് സജ്ജമാകുന്നത്. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി അവർക്ക് പരാതിരഹിത ചികിത്സ ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യമെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. 8 മാസത്തിനുള്ളിൽ പുതിയ അത്യാഹിത വിഭാഗത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർജിക്കൽ, ഓർത്തോ, ICUകളും പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ ഉണ്ടാകും. പുതിയ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം കൂടെ സജ്ജമായി കഴിയുമ്പോഴേക്കും ഇവിടെ എത്തുന്ന രോഗികളുടെ ബുദ്ധിമുട്ട് ഇല്ലാതായിത്തീരും. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് സൂപ്രണ്ടും മറ്റു ഡോക്ടർമാരും. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനൂർ. കയർ മേഖലയുടെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് കയർ ഫെഡിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികളുടെ യോഗം കൊല്ലത്ത് ചേർന്നു. കയർ തൊഴിലാളികളുടെ ജോലി ഉറപ്പാക്കുകയും കയർ കയറ്റുമതിയിൽ കേരളത്തിന്റെ ഗതകാല പ്രൗഢി വീണ്ടെടുക്കാനുമുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകി. സംസ്ഥാനത്തെ 600ഓളം കയർ സൊസൈറ്റികളിൽ പാതി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതും പേരിന് മാത്രമെന്നാണ് കയർ വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കാൻ കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരത്തിനും വിവിധ ജില്ലകളിൽ കയർ അപെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗങ്ങൾ വിളിക്കുന്നത്. ലോകോത്തര ഗുണനിലവാരമുള്ള കേരള ബ്രാൻഡിന്റെ കയറിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുകയും കയറ്റുമതി 10 നിന്ന് 90% ഉയർത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളുമായി കയർ വ്യാപാരത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പും നടത്തിക്കഴിഞ്ഞുവെന്ന് അപെക്സ് വൈസ് ചെയർമാൻ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. അതിന് സഹകരണ സംഘങ്ങളെ പ്രവർത്തിപ്പിക്കണം, അവിടെ തൊണ്ട് സംഭരിക്കണം. ഇന്നുള്ള തുടർന്നു വന്ന ഉൽപ്പാദന സമ്പ്രദായത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. കിട്ടുന്ന കൂലി, തൊഴിലാളി കിട്ടുന്ന കൂലി വളരെ തുച്ഛമാണ്. ആ കൂലിക്ക് പുതിയ തലമുറയൊന്നും കടന്നു വരില്ല. അപ്പോൾ അവരുടെ കൂലി വർദ്ധിക്കണമെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം. അതിന് പഴയ പരമ്പരാഗത റാട്ട് കൊണ്ട് സാധിക്കില്ല. അതിന് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി ഉള്ള റാട്ട് വിതരണം നടത്താനും സപ്ലൈ ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണ്. അതാണ് നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗോളവൽക്കരണം കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നത് നുണപ്രചരണം മാത്രമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖല ശക്തിപ്പെടുത്തുക മാത്രമാണ് പോംവഴിയെന്നും അതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനാവുമെന്നും ആനത്തലവട്ടം ആനന്ദൻ ചൂണ്ടിക്കാട്ടി. വേറെ തൊഴിലുണ്ടാക്കി കൊടുത്ത് തൊഴിലായ്മയ്ക്ക് പരിഹാരം കാണാനൊന്നും പറ്റില്ല. അഭ്യസ്തരായ യുവതി യുവാക്കൾ ധാരാളമുള്ള നാടാണ് നമ്മുടെ നാട്. എന്ത് പണിയാണ് കൊടുക്കാൻ കഴിയുക? വിദേശ വ്യവസായങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരും, നമ്മുടെ തൊഴിലായ്മയ്ക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞെങ്കിലും ഒറ്റ വ്യവസായിയും വന്നൊരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായശാല പുതുതായി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇവിടെ ആളുകൾക്ക് നമ്മുടെ ഈ അസംസ്കൃത ഉൽപ്പന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തൊഴിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. പുനരുദ്ധാരണ പാക്കേജിൽ ജീവനക്കാരുടെ ശമ്പള വർധനവ് ഉൾപ്പെടെ പരിഗണിച്ചേക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ആലപ്പുഴ മുതൽ കാസർഗോഡ്, കണ്ണൂർ വരെയുള്ള ജില്ലകളിലും അപെക്സ് മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. അടഞ്ഞുകിടക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടു. തൊഴിലാളികളെ പട്ടിണിക്കിട്ട് മുതലാളിമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ലാഭമാക്കുന്നത് തടയുന്ന സ്ഥിതിയിലേക്ക് സമരരീതി മാറാതെ നോക്കേണ്ട ഉത്തരവാദിത്വം മുതലാളിമാർക്കുണ്ടെന്ന് CITU നേതാവ് ആനത്തലവട്ടം ആനന്ദൻ മുന്നറിയിപ്പ് നൽകി. 50 കേന്ദ്രങ്ങളുടെ മുമ്പിലേക്ക് നിരാഹാര സമരം വ്യാപിപ്പിച്ചു. മറ്റ് കശുവണ്ടി ഫാക്ടറികളിലേക്കും സമരം തുടങ്ങാനാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ തീരുമാനം. ബോധപൂർവം പൂട്ടിയിട്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. തൊഴിലാളികളെ ഉപയോഗിച്ച് സമ്പന്നരായവർ ഇപ്പോൾ തൊഴിലാളികളെ തെരുവിൽ ഉപേക്ഷിച്ചെന്നും തോട്ടണ്ടി വാങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിച്ച് കോടികൾ കൊയ്യാൻ അനുവദിക്കാത്ത സമരമുറകൾ തൊഴിലാളികൾ സ്വീകരിക്കുമെന്നും ആനത്തലവട്ടം ആനന്ദൻ മുന്നറിയിപ്പ് നൽകി. മുതലാളിമാർ തോട്ടണ്ടി വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതൊന്നും കുറേ കഴിഞ്ഞാൽ അനുവദിക്കപ്പെട്ടില്ല. തൊഴിലാളികളുടെ തൊഴിലും ജീവിതവും ഇല്ലാതാക്കിക്കൊണ്ട് മുതലാളിമാർക്ക് ലാഭം കിട്ടുന്ന മാർഗം മാത്രം സ്വീകരിച്ചു പോയാൽ അത് കൂടുതൽ അസംതൃപ്തി ഉണ്ടാവും. ആ അസംതൃപ്തി വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചേരും. തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോൾ നോട്ട് പ്രശ്നം പറഞ്ഞ് കൂലി നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് CITU നേതാവ് എളമരം കരീം പറഞ്ഞു.
വിവിധ സമരകേന്ദ്രങ്ങളിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നവർക്ക് അഭിവാദ്യം അർപ്പിച്ച് C2 നേതാക്കളായ ആനത്തലവട്ടം ആനന്ദനും എളമരം കരീമും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ത്യൻ തപാൽ സർവീസിൽ ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് പ്രത്യേകതകൾ ഏറെയാണ്. ഒരുപക്ഷെ ദൈവത്തിന് ഭക്തന്മാർ കത്തയക്കുന്ന ഏക സ്ഥലവും ഇതാവും. എന്തായാലും നോട്ടു പ്രതിസന്ധിയിൽ സന്നിധാനത്തെ തൊഴിലാളികൾക്ക് ആശ്രയം കൂടിയാണ് ഈ തപാൽ ഓഫീസ്. രാജ്യത്ത് ദൈവത്തിന് തപാലെത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യാൻ ക്ഷേത്രസന്നിധിയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഏക തപാൽ ഓഫീസാണ് സന്നിധാനത്തേത്. രാജ്യത്തുടനീളമുള്ള അയ്യപ്പ ഭക്തന്മാർ അവരുടെ സന്തോഷവും വേദനയും കത്തിലൂടെ അയ്യപ്പനുമായി പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ തപാൽ ഓഫീസുകളിൽ നിന്നും വ്യത്യസ്തമായ തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയും സന്നിധാനത്തെ തപാൽ ഓഫീസിനുണ്ട്. തീർത്ഥാടന കാലത്തെ 66 ദിവസവും വിഷുവിന് 10 ദിവസവുമാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം. മകരവിളക്ക് സമയത്ത് 66 ദിവസം ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസം വർക്ക് ചെയ്യുന്ന ഏക പോസ്റ്റ് ഓഫീസാണിത്. അയ്യപ്പസ്വാമിയുടെ പേരിൽ മണിയുന്ന മണി ഓർഡറുകളും കത്തുകളും നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കറൻസി വിനിമയത്തിൽ നിന്നും സന്നിധാനത്തെ തൊഴിലാളികളെ ഒരു പരിധിവരെ സഹായിച്ചിരുന്നതും അയ്യപ്പ സന്നിധിയിലെ ഈ ചെറിയ പോസ്റ്റ് ഓഫീസാണ്. വീട്ടിലേക്ക് പണമയക്കാനും മറ്റും സന്നിധാനത്തെ തൊഴിലാളികളുടെ ഏക ആശ്രയവും ഇവിടെയാണ്. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് സന്നിധാനത്തെ തപാൽ ഓഫീസിന്റെ പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, ശബരിമല.